മകരവിളക്ക് സമയത്ത് ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി. സർക്കാരിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഇത് കാണിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസിൽ കോട്ടയം, ഇടുക്കി ജില്ലാ പോലീസ് മേധാവിമാരെ കോടതി സ്വമേധയാ കക്ഷിയും ചേർത്തു. രേഷ്മ ബാബു നൽകും കൂടുതൽ വിവരങ്ങൾ. രേഷ്മ, സ്വമേധയാ എടുത്ത ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശമെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിനുമേൽ സ്വീകരിച്ചിട്ടുള്ള സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയാണ് ഈ മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ തിരക്ക് നിലവിൽ നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സർക്കാരും ഒപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമാണ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ വ്യക്തമാക്കേണ്ടത്. ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശത്തിന് അടുത്ത വെള്ളിയാഴ്ച ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ ദേവസ്വം ബോർഡും സർക്കാരും മറുപടി നൽകുകയും വേണം. ഇന്നലെ മാത്രം 1 ലക്ഷത്തിലധികം ആളുകൾ ദർശനം നടത്തിയെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ കേസിൽ കോട്ടയം, ഇടുക്കി ജില്ലാ പോലീസ് മേധാവിമാരെ കോടതി സ്വമേധയാ കക്ഷി ചേർത്തിട്ടുണ്ട്. ഇടത്താവളങ്ങളിലടക്കം നിലവിൽ എത്ര പേർക്കാണ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്, ആ സൗകര്യങ്ങൾ പര്യാപ്തമാണോ തുടങ്ങിയ കാര്യങ്ങളും ദേവസ്വം ബോർഡും സർക്കാരും അറിയിക്കേണ്ടതുണ്ട്. എന്തായാലും വെള്ളിയാഴ്ചത്തേക്ക് ഈ കേസ് പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവസ്വം ബെഞ്ച് മാറ്റിയിട്ടുണ്ട്. അന്നേ ദിവസമായിരിക്കണം ഇടത്താവളങ്ങളിലും ഒപ്പം തന്നെ സന്നിധാനത്തും ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാൻ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, ഒപ്പം തന്നെ ഭക്തർക്കായിട്ട് ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ, ഇവയൊക്കെ ദേവസ്വം ബോർഡും സർക്കാരും കോടതിയെ അറിയിക്കേണ്ടത്. അനു. ശരി രേഷ്മ.